രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. ഇടതു സർക്കാരിന് നയവ്യത്യാസം ഉണ്ടായെന്നുള്ള വിമർശനമുണ്ട്. CPI വകുപ്പുകളിൽ അല്പം ഭേദം റവന്യൂ വകുപ്പ് മാത്രമാണെന്നും പ്രതിനിധികൾ പറയുന്നു. സഹിന ആന്റണിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത്. സഹിന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നമ്മുടെ തൃശ്ശൂരിന് സമാനമായ രീതിയിൽ പ്രതിനിധികൾ എറണാകുളത്തും വിമർശനം ഉന്നയിക്കുന്നു, സർക്കാരിനെതിരെയും ഒപ്പം CPI മന്ത്രിമാർക്കെതിരെയും അടക്കം, അല്ലേ? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ CPI മന്ത്രിമാർക്കെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത് CPIയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ. അതും പ്രത്യേകിച്ചും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ രണ്ട് വകുപ്പുകൾ വളരെ മോശമാണെന്ന് പറയുന്നു. ഒന്ന് ആഭ്യന്തര വകുപ്പിനെയാണ് ശക്തമായി എതിർത്തിരിക്കുന്നത്. മറ്റൊരു വകുപ്പാകട്ടെ വനം വകുപ്പിനെയാണ്. വനം വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ മോശമാണെന്നുള്ള രീതിയിലാണ് CPIയുടെ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ചത്, അല്ലെങ്കിൽ വിമർശനമായി പറഞ്ഞത്. മറ്റൊന്ന്, CPIയുടെ വകുപ്പുകളിൽ അല്പമെങ്കിലും മെച്ചപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് റവന്യൂ വകുപ്പാണ്. മറ്റെല്ലാ വകുപ്പുകളും കണക്കാണ് എന്നുള്ള നിലയിലായിരുന്നു പ്രതിനിധികളുടെ വിമർശനം. കൂടാതെ സ്വകാര്യ സർവകലാശാല വിഷയത്തിലുണ്ടായത് ഇടതു നയത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് എന്ന് പറയുന്നു. ഇടത് സർക്കാരിന് നയവ്യത്യാസം ഉണ്ടായതായും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും കർശനമായ വിമർശനങ്ങൾ ഈ പറയുന്ന പ്രതിനിധികൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ ഇപ്പോഴും CPIയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനം തുടരുകയാണ്. ശരി സഹിൻ, ഓക്കെ. അപ്പോൾ എറണാകുളം ജില്ലാ സമ്മേളനത്തിലും സർക്കാരിനെതിരെയൊക്കെ വലിയ വിമർശനം. നമുക്കറിയാം, തൃശ്ശൂർ ഭീകരമായ വിമർശനമൊക്കെയായിരുന്നു. പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറിക്കൊക്കെ എതിരെ അടക്കം വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്, ഇറങ്ങിപ്പോക്കും ഒക്കെ ഉണ്ടായതാണ്. അതിൽ നിന്ന് ഏറെക്കുറെ അതിന് സമാനമായ രീതിയിൽ എറണാകുളത്ത് നിന്നും അംഗങ്ങളൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വിമത സ്വരങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് ഇപ്പോൾ സഹിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്.